ഒരു ഡോക്ടർ ആവണോ, IAS ആവണോ, എഞ്ചിനീയർ ആവണോ, ഇങ്ങനെ ആദ്യം തന്നെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ അടുത്തൊരു 30 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം മൈൻഡിലോട്ട് വന്നു കഴിഞ്ഞാലേ നമുക്കൊരു ബെറ്റർ കരിയർ എങ്ങനെ ചൂസ് ചെയ്യാന്ന് അറിയുള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടറാകാൻ വേണ്ടിയിട്ട് ഒരു 30 വയസ്സ് 35 വയസ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടി വരും. പഠിക്കാന്ന് പറഞ്ഞാൽ ഡെയിലി 2 hour 3 hour അല്ല, അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെടാനുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു ഡോക്ടറായി കഴിഞ്ഞ് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായി കഴിഞ്ഞാൽ അതിനുശേഷം ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും 2 hour 3 hour അപ് സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുമായിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ? ഇനി അതല്ല, ഫുൾ ടൈം സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് കോഡിങ്ങും അല്ലെങ്കിൽ ആ രീതിയിലോട്ടൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം. ഞാൻ പറഞ്ഞത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 25-30 വർഷം നമ്മൾ ഡെയിലി ചെയ്യുന്നത് എന്താണോ അത് നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റണം, മടുപ്പ് വരരുത് എന്നുള്ളതാണ് ഒരു കരിയർ ചൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്. ഒരു ഇമോഷൻസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു കാലത്തോളം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ കരിയർ തന്നെ ചൂസ് ചെയ്യുമ്പം ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് വേണം ചൂസ് ചെയ്യാൻ.